ഞാൻ ഇന്നത്തെ ഒരു ധ്യാനത്തിലൂടെ അപ്പോസ്തല പ്രവൃത്തികളിലേക്കൊന്ന് ചുവട് വെക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ മുന്നറിയിപ്പുകൾ എന്ന ഒരു വിഷയമാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, വരാൻ പോകുന്ന ദുരന്തങ്ങളെ മറികടക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് വരുമ്പോൾ വയനാടിൻ്റെ ഉറങ്ങലിച്ചു നിൽക്കുന്ന ചിത്രം മനസ്സിലുണ്ട്. ഏതായിരുന്നാലും ലോകത്തിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വയനാട് ഉരുൾപൊട്ടലാണെങ്കിൽ, ജലപ്രളയ സമയത്ത് കോഴഞ്ചേരിയും ആറന്മുളയും വെള്ളത്തിൽ മുങ്ങിയതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അന്ന് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ പ്രസംഗത്തിൽ ചേർക്കാറുണ്ട്. ഒറ്റ രാത്രിയിൽ അദ്ദേഹം TV-യിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കോഴഞ്ചേരിയിൽ നിന്നും ഉയർന്നു പോകുന്ന വെള്ളം ചെങ്ങന്നൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ മുക്കും എന്ന് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇടപെടാൻ ഒരു സർക്കാരുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈകോർത്തു. കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നത്, ഒരു MLA വിളിക്കുമ്പോൾ ഇടപെടാൻ ഒരു സർക്കാരുണ്ടായതുപോലെ നമ്മൾ വിളിക്കുമ്പോൾ ഇടപെടാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലല്ലാതെ നമുക്ക് ഒരു പ്രതീക്ഷയും ഒരു സ്ഥലത്തുമില്ല. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരാം. ഒരു ധ്യാനം, 1-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളാണല്ലോ, അതിന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പുസ്തകം ഞാനിങ്ങനെ ധ്യാനിച്ചും പഠിച്ചും പോരുമ്പം സത്യത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഞാനൊന്നും ആകേണ്ടതുപോലെ ആയിട്ടില്ല, ഞാൻ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നൽ, ഒരു കുറ്റബോധം അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വ്യക്തിപരമായി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും ഉതകുന്ന പുസ്തകം റോമാലേഖനമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ സഭയെ സംബന്ധിക്കുന്ന പുസ്തകമാണ്. നമ്മുടെ സഭ എങ്ങനെയായിരിക്കണം, സഭയിൽ നമ്മളൊക്കെ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെക്കുറിച്ച് ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്, അല്ലേ? സത്യത്തിൽ അപ്പോസ്തലന്മാരുടെ ചരിത്രം ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് കിട്ടും, തർക്കമൊന്നുമില്ല. അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ എന്ന് ഈ പുസ്തകത്തിലിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി. കാരണം 19 പ്രസംഗങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോസ്തലനായ പത്രോസിൻ്റെ 8 മെസ്സേജുകൾ ഇതിനകത്ത് ഉണ്ട്, കറ തീർന്ന 8 മെസ്സേജുകൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ 9 പ്രസംഗങ്ങൾ ഈ പ്രവർത്തികളുടെ പുസ്തകത്തിനകത്തുണ്ട്. ഒറ്റ പ്രസംഗമേ നടത്തിയുള്ളെങ്കിലും അത്യുജ്വലമായ പ്രഭാഷണത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ഇടം പിടിച്ച സ്തേഫാനോസിൻ്റെ ഒരു മെസ്സേജ്, ഒരധ്യായം മുഴുവൻ ഇതിനകത്തുണ്ട്. മറ്റൊരു അപ്പോസ്തലൻ്റെ പ്രസംഗം കൂടെ ചേർക്കുമ്പോൾ 19 പ്രഭാഷണങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന പേരിനേക്കാൾ ഉചിതം അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ എന്നായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ നമ്മുടെ അഭിപ്രായമല്ലല്ലോ, പരിശുദ്ധാത്മാവാണല്ലോ എഴുതുന്നത്, ഇൻസ്പിറേഷൻ. പ്രസംഗങ്ങൾ കൊണ്ട് ആരും സ്വർഗത്തിൽ പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പോകുമായിരുന്നെങ്കിൽ എൻ്റെ കാര്യം രക്ഷപ്പെട്ടു. പിന്നെ എന്നെ പോലെയുള്ള പുറകെ ഇരിക്കുന്ന റോയിച്ചാനും അച്ചകുൽ സാറൊക്കെ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. കാരണം ഞങ്ങളൊക്കെ എപ്പോൾ നോക്കിയാലും
പ്രസംഗങ്ങളാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ കുഴപ്പം. പണ്ടാരും എന്നോട് പറഞ്ഞാൽ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നടക്കാമല്ലോ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ പ്രസംഗങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷേ തറപ്പിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ പ്രസംഗം കേട്ടാൽ ആളുകൾ സ്വർഗത്തിൽ പോകുമായിരിക്കും, പക്ഷേ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രസംഗത്തിനനുസരിച്ച് പ്രവൃത്തിയും കൂടെ വേണം എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ആ പദത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ എന്നിടാതെ പ്രവർത്തികൾ എന്ന് തന്നെ ഇട്ട പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്നത് അങ്ങനെയാണല്ലോ, ഞാൻ നിൻ്റെ പ്രസംഗം അറിയുന്നു എന്നാണോ? അല്ല, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്നാണ്. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഒരു കല്ലുകടി പോലെ വരുന്നൊരു വാചകമാണ് തെയോഫിലോസ് എന്നുള്ള പദം, അല്ലേ? അതൊക്കെ ആരാണെന്ന് അറിയാമല്ലോ. ലൂക്കോസ് എന്ന് പറയുന്ന ഡോക്ടർ. നമ്മളിങ്ങനെ വൈദ്യൻ എന്ന് പറയുമ്പം മയിലെണ്ണ വെക്കാൻ വരുന്ന വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ലാടഗുരുവിനെ പോലെ ഒരു ചിന്ത നമുക്കുണ്ടാകും. അതുകൊണ്ട് അത് മാറ്റ്, പിന്നെ എന്താ പറയണം? ഡോക്ടർ എന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ല. എത്ര ഈടുറ്റ രീതികളും ശൈലികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തെയോഫിലോസ് എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചപ്പോഴാണ് എനിക്കൊരു അതിൻ്റെ കാര്യങ്ങളുടെ നമ്മൾ പറയില്ല ഗുഡൻസ് പിടി കിട്ടിയത്. പൗലോസിൻ്റെ സഹയാത്രികനായി ലൂക്കോസ് മാറിയിട്ടുണ്ട് ചില സമയത്ത്. അദ്ദേഹം ഒരു ഉയർന്ന തസ്തികയിലുള്ള ഒരാളും പൗലോസ് ഉയർന്ന സുവിശേഷ വേലക്കാരനുമായിരുന്നു. പൗലോസ് അനുഭവിച്ച കഷ്ടതകളോ പ്രയാസങ്ങളോ ഒന്നും ആരനുഭവിച്ചിട്ടില്ല? ലൂക്കോസ് അനുഭവിച്ചിട്ടില്ല. അനേക പ്രാവശ്യം വിസ്തരിക്കപ്പെടുമ്പോഴൊക്കെ പൗലോസിന് അകത്തളങ്ങളിൽ ഒരു സഹായം ചെയ്യാൻ കഴിയുന്ന ഭരണരംഗത്തുള്ള ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയപ്പെടുന്ന ആര്? ഈ തെയോഫിലോസ്. അപ്പം അതുകൊണ്ട് ഇനി ആ ചിന്തയിലേക്ക് വരുമ്പോഴാണ് ഇന്ന കാര്യങ്ങളൊക്കെ നീ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം. ആ ആശയങ്ങൾ ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന സഹായങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ഒരു ഉയർന്ന ആളായതുകൊണ്ടാണ്. പുസ്തകത്തിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ഞാൻ 3-4 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ബൈബിൾ കോളേജുകളിലൊക്കെ എടുക്കുന്നത്. ഞാനതിന് മുതിരുന്നില്ല. തിരുവല്ലയിൽ തന്നെയുള്ള ആക്ട്സ് അക്കാഡമി എന്ന അക്കാഡമിയിൽ അപ്പോസ്തല പ്രവർത്തികൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ സൺഡേയും വൈകിട്ട് 8:30 മുതൽ 9:30 വരെയുള്ള സമയം. 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ബൈബിൾ എടുത്ത് 1-ാം അധ്യായം ഒന്ന് വിടർത്തിയാൽ നല്ലത്. 1-ാമത്തെ വാക്യം മുതൽ 26 വാക്യമാണുള്ളത്. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയുള്ള ഒരു വിഭജനം. അവിടെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം എന്ന വിഷയം അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന വാക്തത്വം. അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ പരിശുദ്ധാത്മാവെന്ന വാക്തത്വം നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴാണ് കർത്താവേ നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന ദിശ മാറിയ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും പറഞ്ഞുകൊണ്ട് 6-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ മറ്റൊരു വിഭജനം അവിടെ നടക്കുന്നുണ്ട്. ഒരു പാരഗ്രാഫ്. ഞാൻ അങ്ങനെ തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെയുള്ള 3-ാമത്തെ പാരഗ്രാഫിൽ അപ്പോസ്തലന്മാരും യേശുവിൻ്റെ അമ്മ മറിയ അടക്കമുള്ളവർ
ഒന്നാമത്തെ വാക്യത്തിനും അഞ്ചാമത്തെ വാക്യത്തിനും ഇടയിലുള്ള വാക്തത്വ വിഷയമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് ഒരു മനസ്സോടെ അവരെന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നതാണ് അടുത്ത ഭാഗം. പിന്നെ അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെയുള്ള ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പിന്നെയും വിഷയം മാറുകയാണ്. എന്താ വിഷയം മാറുന്നത്? അവിടെ ശിഷ്യന്മാരിൽ ഒരാളില്ല. അപ്പോൾ ഒരാളെ ഒന്ന് ആ ഗ്യാപ്പ് നകത്തണം, തിരഞ്ഞെടുക്കണം. അതിനവർ ചെയ്തൊരു കാര്യം എന്തുവാ? ഇതൊന്നും ഈ അപ്പോസ്തലപ്രവൃത്തികളിലൊക്കെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ സഭക്കാരും ഒന്നുകിൽ വായിക്കുന്നില്ല, ഇല്ലെങ്കിൽ വായിച്ചിട്ട് അതുപോലെ ചെയ്യുന്നില്ല. എന്താ കാര്യം? നമ്മുടെ ഇടയിൽ എലക്ഷനാണോ സെലക്ഷനാണോ? നമ്മളെല്ലാ സഭകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ എലക്ഷനാണോ സെലക്ഷനാണോ? വേണ്ടത് ഏതാന്ന് പറ. വേദപുസ്തകത്തിൽ ഇപ്പം അപ്പോസ്തലപ്രവൃത്തി തുറന്നേക്കല്ലേ, അതോ ഉൽപ്പത്തിയാണോ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്? സെലക്ഷനാണ് വേണ്ടിയത്. നമ്മളപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം തന്നെ നമ്മുടെ സഭയുടെ റൂട്ട് മാപ്പ് ബൈബിളല്ല എന്ന് മനസ്സിലായോ? നിങ്ങളെന്നാ സ്വത്രം പറയാത്ത? സത്യമായി പറയുന്നു. നമ്മളെല്ലാ പാട്ടെന്നറിയാമോ? ഞങ്ങൾ അപ്പോസ്തോലിക ഞങ്ങൾ അപ്പോസ്തോലിക സഭ, അങ്ങനല്ലേ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ സഭയും തമ്മിൽ നമ്മൾ വല്ല ബന്ധമുണ്ടോയെന്ന് ഇനി അങ്ങോട്ട് പഠിക്കും. 1-ാം അധ്യായം പഠിച്ചു കഴിയുമ്പം അച്ഛൻ കുഞ്ഞുസാറ് തീരുമാനിക്കും ഇങ്ങേരെ ഇനി വിളിക്കണോ വേണ്ടയോ. പഴയ സ്നേഹബന്ധം വെച്ച് നോക്കിയാൽ വിളിക്കാനാ സാധ്യത. അപ്പോൾ നോക്കിക്ക്, നമ്മുടെ സഭകളിലൊക്കെ ഇപ്പം എന്താ നടക്കുന്നത്? എലക്ഷൻ. എവിടെ നിന്ന് കയറി വന്ന സാധനമെന്നറിയാമോ? ഉൽപ്പത്തിയിൽ കയറിയ പുള്ളിയാണത്. ആളെ മനസ്സിലായല്ലോ അല്ലേ? ആളെ മനസ്സിലായല്ലോ അല്ലേ? ഈ രാഷ്ട്രീയക്കാരെ പോലെ, സംഘടനകളെ പോലെ ഈ എലക്ഷൻ വന്നതോടുകൂടെയാണ് നമ്മുടെ എല്ലാ സഭകൾ ആത്മീയത്തെ പണയം വെച്ചത്. അഴിമതികൾ, കുതിരക്കച്ചവടം, പണം കൊടുക്കുക, കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടുക, ആളുകളെ വശത്താക്കുക, വോട്ടിന് വേണ്ടി എന്തും ചെയ്യുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതെല്ലാം സഭയെ കയറി സഭയുടെ ആത്മീയ നിലവാരങ്ങൾ മുച്ചൂട് മുടിച്ച് കളയുവാനുള്ള ഒറ്റ കാരണം സെലക്ഷൻ മാറി എലക്ഷൻ വന്നു. അതാണ്. ഞാനും ഒരു പ്രാദേശിക സഭയിലെ ആളാണ്. അവിടെയും എന്തുണ്ട്? കടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പം അവിടെ ഉണ്ട്. ഞാൻ കഴിവതും ഈ വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും നമുക്കെന്തുണ്ട്? അവകാശമുണ്ട്. ഞാൻ ആ അവകാശമാണ് ചിലപ്പോഴൊക്കെ വിനിയോഗിക്കാറുള്ളത്. ആ അവകാശം എല്ലാവരും വിനിയോഗിച്ചാൽ ഇവിടെ ആരും ജയിക്കുകയില്ല, നമ്മളാ ജയിക്കാൻ പോകുന്നത്. ഈ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലിയും ഈ കാഴ്ചപ്പാടുകളിലെ തിമിരവും ഇനി എങ്ങും മാറുമോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു മൂല്യച്യുതി സംഭവിച്ചതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സഭകളിൽ നടക്കേണ്ടിയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന് ഞാൻ പറഞ്ഞ 2 പേരുമല്ല ഇടേണ്ടത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് പേര്. ഇടേണ്ടത് ഏത് പേരാന്നാ പറഞ്ഞത്? അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ. 2 അല്ല ഇടേണ്ടത്.
അപ്പോസ്തല പ്രവർത്തികൾ വ്യാഖ്യാനിച്ച മുഴുവൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്നാണ് ഈ പുസ്തകത്തിന് പേരിടേണ്ടത്. സ്തോത്രം. നിങ്ങളങ്ങോട്ട് തച്ചിലിരുന്ന് വായിക്കാൻ തുടങ്ങിയാൽ ഈ ആദിമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണ് ദൈവസഭയിൽ നടന്നത് എന്ന് എത്ര മനോഹരമായി, കലർപ്പില്ലാതെ, തുള്ളി പച്ചവെള്ളം ചേർക്കാതെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറിപ്പോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ജനം കണ്ണുനീരോടെ കടന്നു വന്ന് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ദാഹത്തോടെ വന്നിരുന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും. നമ്മുടെയൊക്കെ ആലയങ്ങളിലും മറ്റും നടക്കേണ്ട പലതും നടക്കുന്നില്ലെന്ന് കാണുമ്പം നടക്കുന്ന സ്ഥലത്തൊന്ന് പോയി ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടാനും ഒക്കെ ഒരാഗ്രഹം ഈ കൂട്ടായ്മയ്ക്ക് പിറകിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്ന സഭ ഇതൊക്കെ തന്നെയാണ്. അന്ന് പള്ളികളേ ഇല്ല, വീടുകളിലാണ്, കൂട്ടായ്മയാണ്. ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം. പരിശുദ്ധാത്മാവാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ട്രിനിറ്റി ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ട് കുറേ നാളായി. ഞാനിപ്പം ഞങ്ങളുടെ കോളേജിൽ MD വികാർക്കൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. തിയോളജി തുടങ്ങിയാണ്. കുറേ വർഷങ്ങൾ പഠിപ്പിച്ചത് അടച്ചു പൂട്ടിയതാണ്. തിയോളജി തുടങ്ങി. ബൈബിൾ ശാസ്ത്രം കഴിഞ്ഞു. ബൈബിൾ എങ്ങനെ ഉണ്ടായി, എന്തുണ്ടായി, ഒത്തിരി കാര്യങ്ങൾ. വളരെ ബൈബിൾ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ കൈ വെക്കാൻ തോന്നുകയില്ല, തലയെ വെക്കാൻ തോന്നും. ബൈബിൾ ശാസ്ത്രം പഠിക്കാത്തവർ കയ്യിലല്ല വെക്കുന്ന, കഷ്ടത്തിലാണ് വെക്കുന്നത്. എവിടെ വെക്കുന്നത്? നാളെ ഒരാളോട് ഞാൻ സംസാരിക്കുമ്പം ഈ കക്ഷത്തിലെന്തോ ഇരിക്കുന്നു, ഇടതയിൽ ബൈബിൾ ഇരിക്കുന്നു, എനിക്കൊരു സാധനം തരാൻ ആ ബൈബിൾ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി വെച്ച് ബൈബിൾ ശാസ്ത്രം പഠിക്കാത്തതുകൊണ്ട് ഞാൻ ബൈബിളിനെ കുറിച്ച് പറയും. ബൈബിളിനെ കുറിച്ച് 10 കുറിപ്പുകൾ പറയാറുണ്ട് ഞാൻ. ബൈബിളിൽ വരയ്ക്കരുത്. എന്താണ് ബൈബിളിൽ വരയ്ക്കരുത്? ചിലർ ഭൂമിക്കും ഭൂമധ്യരേഖ വരയ്ക്കുന്ന പോലെ ആര് വായിച്ചാൽ അപ്പോഴേ വരച്ചു. ഒരു 5 കൊല്ലം കഴിഞ്ഞ് നോക്കിയപ്പം വരയ്ക്കാത്ത ഭാഗമില്ല. ഇപ്പം വരച്ചത് ഏതാ? വരയ്ക്കാത്തതാണ് ഇപ്പം കിടക്കുന്നത്. അതിനിങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബൈബിളിൻ്റെ മൂല മടക്കരുത്. ബൈബിളിൻ്റെ മൂല എന്ത് ചെയ്യരുത്? മടക്കരുത് എന്ന് പറഞ്ഞാൽ മടങ്ങിയിരിക്കരുത്. ഇങ്ങനെ ചുമ്മാ പിടിച്ചു നോക്കിയ ഒരൊറ്റം കിടത്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ വിട്ട് കഴിയുമ്പോൾ അറിയാം. മിക്കവാറും പേരുടെ ഇങ്ങനെ മടങ്ങിയിരിക്കുക. അതൊന്നും നോക്കാറില്ല. ദൈവം പറയുന്ന അർത്ഥത്തിന് മടങ്ങിയിരിക്കുക. ബൈബിളിനകത്ത് കണ്ടമാനം കുറിപ്പുകളും ആശുപത്രി കുറിപ്പുകളും അച്ചായൻ കട്ടെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കാശും എവിടെ വെക്കരുത്? ബൈബിളിനകത്ത് വെക്കുക. ചിലരുടെ ബൈബിൾ ഇത്രയേ ഉള്ളൂ, കൊണ്ടുവരുന്നത് ഇത്രയാണ്. കാരണം 2 അറ്റത്തും മുറുക്കാമ്പുതി കണക്കെ കുറേ സാധനം വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് അത് ഇത്രയേ ഉള്ളത്. ബൈബിൾ സൊസൈറ്റിയൊക്കെ ആരംഭിച്ചതും മേരി ജോണിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ നല്ലതാണ്. ബൈബിളിൻ്റെ പുറത്ത് ഒരു സാധനം വെക്കരുത്. എന്തോ? വേണ്ടി വന്നാൽ അത്യാവശ്യമാണെങ്കിൽ എന്ത് വെക്കാം? കണ്ണട വെക്കാം. കാരണം ഇത് വായിക്കാനുള്ളതുകൊണ്ട്
വേണമെങ്കിൽ അത് കാരണം ഇതിൻ്റെ മേളിലിരിക്കാൻ യോഗ്യതയുള്ള ഒന്നും ലോകത്തിലില്ലെന്നേ. അതാ ഈ പറയുന്നേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതൊക്കെ പോട്ടെ, നമുക്ക് ബൈബിൾ ശാസ്ത്രമല്ലല്ലോ ഇതിലേക്ക്. ആ ബൈബിളിലേക്ക് വരിക. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാനൊരു മനസ്സുണ്ടോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് ഏതാണെന്നറിയാമല്ലോ അല്ലേ? ഏതാ? ഒരു ബഹളക്കാരനാ പരിശുദ്ധാത്മാവ്. നമ്മുടെ പരിശുദ്ധാത്മാവ് ഏതാ? ഒരു ബഹളക്കാരനാണ് പരിശുദ്ധാത്മാവ്. പിതാവ് ഒരു ഭയങ്കരനും യേശുക്രിസ്തു ഒരു സൗമ്യനും പരിശുദ്ധാത്മാവ് ഒരു ബഹളക്കാരനും. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ കൂടുകൂട്ടി വച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ പഠിപ്പിച്ച കോളേജിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ട്രിനിറ്റി പഠിപ്പിച്ച അവസാനം ഞാൻ ഒരുത്തരോട് ചോദിച്ചു, വല്ലതും മനസ്സിലായോ നിനക്ക്? അവൻ പറഞ്ഞു, മനസ്സിലായി സാറേ. എന്നാൽ നീ പിതാവും പുത്രനും പരിശുദ്ധനുള്ള വ്യത്യാസം പറ. സാറേ അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോഴേ എൻ്റെ അകവാള് വെട്ടി. കാരണം ഞാൻ ഒരു വ്യത്യാസവും ഇല്ലെന്ന് അവനെ പഠിപ്പിച്ചത്. അപ്പം പറയാ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തൊട്ട് വ്യത്യാസം? സാറേ പിതാവിനേക്കാൾ 50 ഗ്രാമേ പുത്രന് തൂക്കം കുറവുള്ളത്. അവൻ പരിശുദ്ധാത്മാവിനെന്ന് പറയാൻ സമ്മതിച്ചില്ല. കാരണം അതിന് തൂക്കമേ ഇല്ല എന്ന് ചിലപ്പോൾ അവൻ പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മതി നീ ഇരുന്നോളാൻ പറഞ്ഞു. 2 കൊല്ലം ഡിപ്ലോമ പഠിപ്പിച്ചിട്ട് അവൻ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാ പിതാവിനേക്കാൾ 50 ഗ്രാം തൂക്കം കുറവാണ്. ആർക്ക്? നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തികളിൽ നമുക്കൊന്ന് ചിന്തിച്ച് ധ്യാനിച്ച് പോകാം. ഈ കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ ആരാണ് ലോകത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത്? പിതാവ്. പുതിയ നിയമ കാലഘട്ടത്തിലോ യേശുക്രിസ്തു. ഇപ്പോഴാരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ, അതിൻ്റെ വ്യക്തിത്വം, ആളത്വം, ദൈവത്വം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചില പറയുന്ന പരിശുദ്ധാത്മാവ് കാറ്റാണ്, പരിശുദ്ധാത്മാവ് എണ്ണയാണ്, പരിശുദ്ധാത്മാവ് വെള്ളമാണ്, അടുത്ത് തീയാണ് ഇപ്പം കൂടുതൽ എനിക്ക് തോന്നുന്നത്. സുവിശേഷ യോഗങ്ങൾക്ക് വരെ ഫയർ എന്നാ വെച്ചിരിക്കുന്നത്. ഫയർ മീറ്റിംഗ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഫയർ കോൺഫറൻസ് അങ്ങനല്ലേ? മൊത്തം തീയാണ്. തീ സുവിശേഷ ഡുനാമിസ് ഒക്കെ യോഗത്തിന് പേരിട്ടിരിക്കുന്നത്. പണ്ടത്തൊക്കെ പേരെന്താ? സുവിശേഷ യോഗങ്ങൾ. ഈ സുവിശേഷ യോഗങ്ങളെയാണ് ഇപ്പം എന്ത് വെച്ചിരിക്കുന്നത്? കേൾക്കുമ്പോഴേ അറിയാം എന്തോ ആറ്റം ബോംബ്. ഇതൊന്നും പരിശുദ്ധാത്മാവല്ല കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ നിദാനങ്ങളാണ്. അഗ്നിജ്വാല ഇറങ്ങി വന്നതാണോ? അല്ല. രണ്ടാമത്തെ നമ്മൾ വരാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ആവുകൾ വന്നെന്നാ. പരിശുദ്ധാത്മാവിനെ എണ്ണയായിട്ടോ കാറ്റോ വെള്ളമൊക്കെ വ്യാഖ്യാനിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ നിദാനങ്ങളാണ്. പിന്നെ നമ്മുടെ ഇടയിലും ഒരു ധാരണയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ശാന്തമായിട്ടൊക്കെ പാടിയാലൊന്നും ആര് വരികയില്ല, പരിശുദ്ധാത്മാവൊന്നും വരികയില്ല. അങ്ങനെ ഞാൻ പലവട്ടം പറയാറുണ്ട്. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് വരാനുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നറിയാമോ? ശാന്തമായി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ട്രാക്ക് തെറ്റിച്ച് സ്പീഡിലാക്കണം. ആദ്യത്തെ പണി എന്താണ്? സ്പീഡിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കീബോർഡിൻ്റെ 8ാമത്തെ കട്ടയിലേക്ക് പിടിക്കണം കേട്ടോ. 8ാമത്തെ കട്ട പിടിക്കണം. ഭയങ്കര സ്പീഡിലാക്കുമ്പോൾ പിന്നെ താളടിക്കാൻ പറ്റുകയില്ല. അപ്പം പിന്നെ ഈ ചപ്പളാങ്കൊട്ടി അടിക്കുന്ന പോലെ ചാടാപാടാങ്ങ് അങ്ങ് അടിക്കണം. അതിന് പിന്നെ താളവും രാഗമൊന്നുമില്ല. രാഗമുണ്ട്, ആ രാഗമാണ് നശിപ്പിക്കരുത് എന്നൊരു രാഗമുണ്ട് അല്ലേ? നശിപ്പിക്കരുത് രാഗം. അങ്ങനെ പാട്ടാണോ പ്രാർത്ഥനയാണോ ഇതെന്നതാണ് ആർക്കും മനസ്സിലാകാതിരിക്കുന്ന ഒരു ബഹളം ഉണ്ടാകുമല്ലോ. ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ആര് വരുന്നത്? ഈ തിരക്കുള്ള ബസ്സിലും കണ്ടക്ടർക്ക് വരാൻ വഴിയുണ്ടല്ലോ.
അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളിൽ പലരും. അങ്ങനെ വരും കേട്ടോ. പക്ഷെ ഉറപ്പിച്ചോളണം, പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചവിട്ടുമ്പോഴും ആത്മാവിൽ നിറയാം, ധ്യാനത്തിലും തീ കത്തിക്കാം. വെള്ളിയാഴ്ച ഇവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പാടി ആരാധിക്കുമ്പോൾ ആ ആത്മനിറവിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പാടുന്ന പാട്ടും പ്രാർത്ഥനയുമാണ്. വീട്ടിനകത്തിരുന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ പിന്നെ മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് പോയാൽ പിന്നെ ഈ ഒരു സംഗതി ഇവിടെ വന്നേ എടുക്കോളൂ എന്നുള്ളവർക്ക് മൂപ്പിക്കണം. കാരണം നമ്മളിങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും മൂപ്പിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരാളാണ് കേട്ടോ. കയ്യും കല്ലും കാലും കണ്ണും മൂക്കും ഒക്കെ ഉള്ള ഒരാളാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവമാണ്. സാത്താന്റെ ഹൃദയം കൈവശമാക്കിയത് ദൈവത്തോട് വ്യാജം കാണിപ്പാൻ. അങ്ങനല്ലേ? അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ചുള്ള ആ 1 മുതൽ 6 വാഗ്ദത്തം അതൊരു പ്രോമിസാണ്. അതെല്ലാവർക്കും ഉണ്ട്. യേശു സ്വർഗത്തിൽ പോയത് 3 കൂട്ടം കാര്യങ്ങൾക്കാണ്. അത് ആദ്യത്തെ കാര്യം എന്തായിരുന്നു? പരിശുദ്ധാത്മാവിന് നൽകാനാണ്. കർത്താവ് സ്വർഗത്തിൽ പോയി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയാൻ 8-ാമത്തെ വാക്യം വായിച്ചേ. 1-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ശരി, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുള്ളവരെല്ലാം കൈപൊക്കി സ്തോത്രം പറയാൻ പറഞ്ഞാൽ, ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അറിയാതെ കൈപൊക്കി സ്തോത്രം പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതൊക്കെ വായിച്ചത് കാരണം ആരും കൈപൊക്കാനും സാധ്യത ഇല്ല. വല്ല കുടുക്കമുണ്ടെങ്കിലും കരുതി. പരിശുദ്ധാത്മാവിനെ കിട്ടിയവരല്ലേ ഇവിടെ ഇരിക്കുന്ന പലരും? അല്ലേ? അല്ലേ? ഒരു സംശയം പോലെ. ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമുക്ക് തന്നതെന്നാ ഈ ചോദിക്കുന്നേ? മനസ്സിൽ കുറിച്ചിടണം. 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ എന്തിനാണ് ഇതിനെയൊക്കെ മേടിച്ചത് പറയപ്പെട്ടു? തിരിച്ചു കൊടുത്തേക്ക്. തിരിച്ചു കൊടുക്കൊന്നും വേണ്ട, എടുത്തോളും അല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്തോ കിട്ടും? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തില്ലേ? ഉണ്ടെങ്കിൽ എന്തുണ്ട്? ശക്തിയില്ലേ? ഈ ശക്തിയുള്ളവരെ പിന്നെ എന്ത് പറയരുത് ഇനി? ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊടിയാണ്, പാട്ടയാണ്, പുഴുവാണ്, തുരുമ്പാണ് അല്ലേ? ആക്രിക്കടയിലുള്ള ആക്രി കച്ചവടക്കാരൻ നമ്മുടെ യോഗത്തിൽ വന്നാൽ പുള്ളിക്ക് മനസ്സിലാവും ഈ ഇരിക്കുന്ന മുഴുവൻ ആക്രിയാണെന്ന്. ഇരിക്കുന്ന മുഴുവൻ ആക്രിയാണ്. വിനയമൊക്കെ വേണം, പക്ഷെ വിനയത്തിൻ്റെ ലാംഗ്വേജ് അതൊന്നുമല്ല. തല താഴുന്നതല്ല വിനയം, ഹൃദയം താഴ്ത്തുന്നതാണ് വിനയം. ഒരാളെ കസേരയിൽ താഴോട്ട് ഇറങ്ങി എന്നൊരു ഗതി, എന്നോ വിനയമുള്ളവനായതെന്ന് പറയാനും നോക്കുകയല്ല. അത് കസേര ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും ചിലപ്പോൾ. ചിലർക്കാരുള്ള മനസ്സുണ്ട്, അതും സമ്മതിച്ചു. അവർക്കൊക്കെ ഉള്ള മനസ്സുണ്ട്. അതിന് ഇവരൊക്കെ വരുമ്പം കസേര ഉണ്ടേലും ഇവർ ഇവിടെ വന്നിരിക്കുക. മനസ്സുണ്ട്. ഇരിക്കുന്നവർക്ക് മനസ്സുണ്ട്, പക്ഷേ വയ്യ. അതുകൊണ്ടാണ്. മനസ്സൊക്കെ ഉണ്ട്, പക്ഷെ വയ്യ. അതുകൊണ്ടാണ്. എന്തിനാ മക്കളെ ഞാൻ പരിശുദ്ധാത്മനെ വേണോ? വേണം. ഇങ്ങോട്ട് ചോദിച്ചോളൂ അച്ഛന്മാരെ, വേണ്ടേ? വേണം. എന്തോന്നിനാ? അതോടെ പറ.
എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന ഈ ഒരു വർഷിപ്പിന്റെ സമയത്ത് ഒരു 5 മിനിറ്റ് ആകപ്പാടെ ഒന്ന് ചൂട് പിടിപ്പിക്കാനാണോ ഈ പരിശുദ്ധാത്മാവ്? അല്ലെന്നേ, അതിനൊന്നും അല്ലെന്നേ. ഉറക്കെ ഒന്ന് പാടാനാണ് പരിശുദ്ധാത്മാവെങ്കിൽ മൈക്കിൾ ജാക്സൺ പാടിയത് ഏത് ആത്മാവില? അതോടെ പറ. ഉറക്കെ ഒന്ന് പ്രസംഗിക്കാനാണ് പരിശുദ്ധാത്മാവെങ്കിൽ ഈ കാണായ രാഷ്ട്രീയക്കാരെല്ലാം പ്രസംഗിക്കുന്നത് ഏത് ആത്മാവില? അതോടെ പറ. ശക്തി ലഭിച്ചാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അവിടെ ഉണ്ടല്ലോ, സാക്ഷിയാകും. അവൻ നമ്പർ 1. പരിശുദ്ധാത്മാവിനെ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകുന്നതിൻ്റെ ഒന്നാമത്തെ പർപ്പസ്, ഉദ്ദേശം എന്താണ്? സാക്ഷിയാകാനാണ്. എന്താ ഈ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ? റോച്ചാൻ പറഞ്ഞു അല്പനേരം എന്തോന്നിന് സമയമുണ്ട്. ആ വാക്കുകൾ ശരിക്കും ഉപയോഗിക്കുക. സാക്ഷിയാകാൻ സമയമുണ്ടെന്നാണോ സാക്ഷ്യത്തിന് സമയമുണ്ടെന്നാണോ പറഞ്ഞത്? സാക്ഷ്യത്തിന്. നമ്മൾ സാക്ഷ്യം പറയുന്നത് എന്തോന്നാ? നമ്മൾ സാക്ഷ്യം പറയുന്നത് അയ്യോ, സാക്ഷ്യം പറഞ്ഞവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമ്മൾ എന്തോ സാക്ഷ്യം പറയുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതേ ദൈവം നമ്മൾ എന്ത് ചെയ്തു? അതാണ് നമ്മുടെ സാക്ഷ്യം. തെറ്റൊന്നുമല്ല. അതിന് സാക്ഷ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ലേവ്യ 5:1 അതാ സാക്ഷ്യം. എന്തോ സാക്ഷ്യം? ലേവ്യ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു? ആ ലേവ്യ 5:1 അതാ സാക്ഷ്യം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ കേൾക്കുകയോ ചെയ്തത് അറിയിക്കാതിരുന്നാൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അപ്പോൾ നമ്മളെ സാക്ഷിയായി കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പറയുന്നതാണ് സാക്ഷ്യം. ഓക്കെ, അതെവിടെ പറയണം? 22-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരുടെ കീർത്തിക്കും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അപ്പം അതാ സാക്ഷ്യം. ഈ പറയുന്നതൊക്കെ എന്തോന്നാ? സാക്ഷ്യം. ഇനി സാക്ഷ്യം പറഞ്ഞവരോട് സാക്ഷി ആകണം. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷ്യം പറഞ്ഞോണ്ട് നടക്കുമെന്നാണോ ഈ പറഞ്ഞത്? അല്ലെന്ന്. സാക്ഷ്യം പറയുന്ന ഒരു, ഞാൻ പറഞ്ഞിട്ട് സാക്ഷ്യം ഒക്കെ ഞങ്ങളുടെയൊക്കെ അടുത്തൊക്കെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്യൂണാണ്. ട്യൂണില്ല സാക്ഷ്യം പറഞ്ഞു. ഇവിടെയൊക്കെ എത്ര കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളൊക്കെ പറയുന്നത് ദൈവനാമത്തിനെ മൊത്തം കൊണ്ടാട്ടെ കഴിച്ച ഒരാഴ്ചക്കാലം ദൈവം എനിക്ക് നല്ലവനായിരുന്നു. പിന്നെ ഇങ്ങോട്ടാ വരാമായിരുന്നു. 54 നോക്കി ദൈവനെ വിടുവിച്ചു. പിന്നെ ഇങ്ങോട്ടാ ഓളങ്ങളും തിരുമാറകളും വാങ്ങിച്ചു. ഇങ്ങനെ നമ്മൾ പണ്ട് മുതൽ കായ്ക്ക് ചാച്ചഞ്ഞ യാരലവസാഹ ഇങ്ങനെ പറഞ്ഞു പഠിച്ചല്ലോ. അങ്ങനെ പറഞ്ഞു പഠിച്ച് തന്നെ നമുക്കിപ്പോൾ അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. ചിലങ്ങനെ പറഞ്ഞു വരുമ്പം ബാക്കി പറയാൻ വേണ്ടി ശ്വാസം കൂടെ വലിക്കും. ബാക്കി പറയാൻ വേണ്ടി ശ്വാസം വലിക്കുന്നതാണ്. അത് സാക്ഷ്യം. പറയട്ടെ, സാക്ഷി അതല്ല ആണോ? ഒരാളൊന്നും പറഞ്ഞില്ലെങ്കിലും ദൃക്സാക്ഷി എന്നും പറഞ്ഞ ഒരാളുണ്ടല്ലേ, കണ്ടയാൾ. ഇത്രയും കൊല്ലം അയ്യോ അച്ഛൻ പറഞ്ഞ് എത്ര വർഷം? 31 കൊല്ലമായി പ്രായം നടക്കുക. നിങ്ങൾ സാക്ഷിയാകാനായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പരിശുദ്ധാത്മാ ശക്തി വരുമ്പോൾ മുട്ടുമണ്ണിലും പറ കുമ്പനാടും പിന്നെ എന്തോ എരുവേലി. നമ്മുടെ ലോകം അവിടെ തീർന്നു. അതിനപ്പുറത്തൊരു ലോകമേ ഇല്ല. ഇതിനൊക്കെയാണോ ഇത്രയും വലിയ പരിശുദ്ധാത്മാവിനെ ഇത്രയും ചെറിയ ഹൃദയത്തിൽ തന്നത്? ആണോ? അല്ലെന്ന്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ പണത്തിനപ്പുറത്ത്,
നിങ്ങളുടെ കായികമായ ബലത്തിനപ്പുറത്ത്, നിങ്ങളുടെ ആരോഗ്യത്തിനപ്പുറത്ത്, നിങ്ങളുടെ ബുദ്ധിക്കപ്പുറത്ത്, നിങ്ങളുടെ ചിന്താഗതികൾക്കപ്പുറത്ത്, നിങ്ങളുടെ കപ്പാസിറ്റിക്കപ്പുറത്ത് നിങ്ങളെ അയക്കാനും പ്രവർത്തിക്കാനും ദൈവത്തിന് മനസ്സുണ്ട്, ദൈവത്തിന് കഴിയും. ഞാൻ എൻ്റെ കാര്യം പറയാറില്ലേ, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. 3 നേരം ആഹാരം കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട്. അപ്പൻ അത്രയും നല്ല മനുഷ്യനായിരുന്നു. അതാ. പക്ഷേ അങ്ങേരിൽ പകരാത്ത ഒന്ന് ദൈവം എനിക്ക് പകർന്നു. പലവട്ടം പറഞ്ഞു, ഒന്നുകൂടെ പറയാം ഇടയ്ക്കിടയ്ക്ക്. അദ്ദേഹം കള്ളു കുടിച്ചിട്ട് ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കും, അമ്മയുടെ മുലപ്പാൽ കുടിച്ചവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് പറയണമെങ്കിൽ എന്ത് വേണം? 2 കുപ്പി കള്ള് അകത്ത് ചെന്നാലേ പഞ്ചായത്തിനെ വെല്ലുവിളിക്കാൻ പറ്റൂ. ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം പറയാം. മണ്ണിൽ നിന്നും കുരുത്തു പോകുന്ന പനങ്കുലയിൽ നിന്നും ചെത്തിയെടുക്കുന്ന 1 കുപ്പി കള്ളിന് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആത്മാവിനെ ഉണർത്തി ഒരു പഞ്ചായത്തിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമെങ്കിൽ, വിണ്ണിൽ നിന്നും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഈ കുമ്പനാടിൻ്റെ സീമകൾ ലംഘിച്ച്, നിങ്ങൾ ഇവിടെ വരച്ചിട്ടിരിക്കുന്ന നിങ്ങളുടെ അതിർത്തികൾ ലംഘിച്ച് ലോകത്തിൻ്റെ ഏതറ്റത്തും നിങ്ങളെ കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവർക്ക് ദൈവം അത് ചെയ്യാൻ ശക്തനായ ദൈവമാണെന്ന്. നമ്മളതിന് വില്ലിങ്ങല്ല. അതാണ് ഈ പറഞ്ഞത്. AD 70 തീത്തോസ് കൈസർ വന്നു, യെരുശലേമിനെ ചവിട്ടി. അവൻ രക്ഷിക്കപ്പെട്ടവരല്ല അവര്. യേശു പറഞ്ഞു, മക്കളെ, രക്ഷിക്കപ്പെടാത്തവർ ഇവിടെ വന്ന് നിങ്ങളുടെ വസ്തുവകൾ നാനാവിധമാക്കി ചവിട്ടി തേച്ച് കളയുന്നതിന് മുൻപ് ആത്മശക്തി പ്രാപിച്ച് നിങ്ങൾ യെരുശലേം വിടണം. നിങ്ങൾ അവരുടെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ വന്നതാ ഇവിടെ സെന്റ് തോമസ്, അങ്ങനെ വന്നതാ അപ്പോസ്തലന്മാർ. 30-40 വർഷമായി ആത്മശക്തിയെ പ്രാപിച്ചിട്ടും ഒരു നിശ്ചിത സറൗണ്ടിൽ മാത്രം കിടന്ന് കറങ്ങുന്നെങ്കിൽ ദൈവം മറ്റു വല്ലരൊക്കെ അത് ഏൽപ്പിക്കേണ്ടി വരും. കേട്ടോ, എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ പറ്റും, കർത്താവേ, എനിക്ക് ഈ അത്യന്ത ശക്തി 4 പേര് കൂടെ നടത്തൊരു സാക്ഷ്യം പറയാൻ മാത്രമല്ല, എവിടെയും പോയി സാക്ഷിയാകാനാണ്. എന്നെ ഒന്ന് അയച്ചാൽ കൊള്ളാം എന്നൊരു മനോഭാവം ഉള്ളവർ ആ കരമൊന്ന് ഉയർത്തി ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്ന്. 2ാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി സുവിശേഷം പറയാനാണ്. എന്തിനാച്ചാ? വല്ലവരും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയാനാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരിക എന്നുള്ളത് പോലെ അറിയാമോ? എവിടെ പോയതാ? ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തൊരാളെ കാണാൻ പോയതാ. ഇത്രയും കൊല്ലമായിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വാ തുറന്ന്, ഞാൻ യേശുവിൻ്റെ മോനും മോളുമാണ്, യേശുവാട്ടോ നല്ല കർത്താവ്, ഏക സത്യദൈവം പറഞ്ഞിട്ടുണ്ടോ? യേശു നല്ലവൻ, അവൻ വല്ലവൻ. ഇവിടെ പാടിയല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്. വല്ലവരും എഴുതിയ പാട്ടല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? എന്തോന്നിനാ ഈ ആത്മശക്തി? സുവിശേഷീകരണം എൻ്റെ ഒരു സബ്ജക്റ്റാണ്. അപ്പം ഞാൻ അന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഞാൻ പലതും കയറി വരുമല്ലോ. സുവിശേഷം അകത്ത് കയറിയാൽ നമ്മൾ ആരായി മാറണം? ഭ്രാന്തൻ. ആരായി മാറണം? ഭ്രാന്തിയാകാൻ താല്പര്യമുള്ളൊരു കൈവെക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും കൈവെക്കൂ? ഉള്ള ഭ്രാന്ത് മാറാനാണ് ഇവിടം വരെ വരുന്നത്. അന്നേരം ഭ്രാന്തനാകാൻ പറഞ്ഞ ആര് കൈവെക്കാൻ? ആ ഭ്രാന്തല്ലേ പൗലോസിന്. പേ പിടിച്ച പട്ടിയെ കണ്ടിട്ടുണ്ടോ? അതുപോലെയാകണം ഓരോ രക്ഷിക്കപ്പെട്ടവരും. പേ പിടിച്ച പട്ടി വെള്ളിയാഴ്ച രാവിലെ മുട്ടുമൺ ജംഗ്ഷനിൽ വന്ന് നിൽക്കുക.
പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് പോരുമ്പം ആൻ്റെ ഒരു സാധാരണക്കാരി വന്ന് ഓടിച്ചിട്ട് കടിച്ചു പിടിച്ചു. അടുത്ത ആളെ വന്നു ചാടിപ്പിടിച്ച് കടിച്ചു. അപ്പോൾ ഇച്ചിരി ഗമയിൽ ഒരാൾ ഇന്നോവ ഫോർച്യൂണർ കാറിൽ വന്നിറങ്ങി. ഇനി വരുമ്പം പട്ടി ചോദിച്ചു, ഫോർച്യൂണറിലാണോ വന്നേ? അതെ. എന്നാ പോട്ടെ. ബസ്സേ വന്നിറങ്ങുന്ന ഒക്കെ ഇതിനെയും കടിച്ച്. കാറിൽ വരുന്നവരാരെയും കടിച്ചിട്ടില്ല. അപ്പോൾ ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർ വരുന്നു. അയാളെ മനസ്സില്ലാ മനസ്സോടെ കടിച്ചു. ഇപ്പം MLA വരുന്നു. പറഞ്ഞു, MLA ആണോ? അതെ. എന്നാ വേണ്ട. അപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി, നമ്മുടെ നാട്ടുകാരല്ലേ. അപ്പോൾ ശ്രീമതി വരുന്നു. പറഞ്ഞു, ആരോഗ്യമന്ത്രിയാണ്, കടിച്ചാൽ പണി കിട്ടും. എന്നാ അങ്ങനെയൊക്കെ പട്ടി വിചാരിക്കുമോ? ഇല്ലെന്ന്. പട്ടിയെ സംബന്ധിച്ച പാവപ്പെട്ടവനായാലും വേണ്ടില്ല, പണക്കാരനാണെങ്കിലും വേണ്ടില്ല, എൻ്റെ അകത്ത് കിടക്കുന്ന സാധനമുണ്ടല്ലോ, ആരെ കണ്ടാലും കടിക്കാൻ പറ്റിയ സാധനമാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അകത്ത് കിടക്കുന്നവൻ നിങ്ങൾ കാണുന്ന ഏതൊരാളേക്കാൾ വലിയവനാണെന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കണ്ടുമുട്ടുന്ന രോഗി, അത് ക്യാൻസർ ആയിക്കോട്ടെ, കിഡ്നി പേഷ്യൻ്റ് ആയിക്കോട്ടെ എന്ന്, അതിനെയൊക്കെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന സൗഖ്യദായകനാണ് എൻ്റെ അകത്ത് കിടക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊരു നിയോഗം നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? ഏത് ഭൂതം ബാധിച്ചവനും ആകട്ടെന്ന് കൈവച്ചു പ്രാർത്ഥിക്കാൻ ഒത്തില്ലെങ്കിൽ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാനുള്ള മനസ്സും ധൈര്യവും ചങ്കൂറ്റവും കാണിക്കാറുണ്ടോ? ഏതൊരുവനോടും പകർത്താൻ കൊള്ളാകുന്ന, പറയാൻ കൊള്ളാകുന്ന ഉലകത്തിലെ ഏറ്റവും വലിയവനായ ദൈവമാണ് എൻ്റെ അകത്ത് കിടക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളവരാ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്ന്. ഇതിനേക്കാൾ വലിയവനിന് വരാനില്ല എന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവൻ്റെ അകത്തൊരാൾ കിടക്കുന്നുണ്ടല്ലോ, അവൻ്റെ പേരെന്തോ? ഈ ലോകത്തിൻ്റെ ദൈവം. രക്ഷിക്കപ്പെടാത്ത ഏതൊരാളുടെയും അകത്ത് ആര് കിടക്കുന്നുണ്ട്? ഈ ലോകത്തിൻ്റെ ദൈവം. അവനേക്കാൾ വലിയ ദൈവം ആരുടെ അകത്ത് കിടക്കുന്നുണ്ട്? അതാണ് എവിടെയും പോകാനുള്ള തൻ്റെ ഇടം, ആരോടും പറയാനുള്ള ചങ്കൂറ്റം. ഇവനൊപ്പം പറയാൻ ഒരാളില്ല, ഇവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ലെന്ന് പറയുന്ന നീ ബലഹീനനാണെങ്കിലും പറയുന്ന നീ അവതരിപ്പിക്കുന്ന ക്രിസ്തു ബലഹീനനല്ല. ചാട്ടുളി പോലെ ഏതൊരുവന്റെ അകത്തും ക്രിയ ചെയ്യുവാൻ കഴിയുന്ന ആത്മാവിനെ ഇന്ന് പകൽ നിനക്ക് തന്നത് നീ അത് പ്രാക്ടീസ് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കണം. ദൈവം ഉബൈസാര പറഞ്ഞു, ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ഇല്ലേ, കാര്യസാധ്യതകൾക്ക് അതൊക്കെ വരും. എപ്പോഴും ഇത് തന്നെയാണോ? ഇല്ലേ? കാലം നോക്കിയാൽ നിങ്ങൾ ആരാവണം? ഉപദേഷ്ടാക്കന്മാരാകണം. മൂന്നാമത്തെ കാര്യം, ത്രികാല ബോധവൽക്കരണത്തിനാണ് പരിശുദ്ധാത്മാവ്. എന്തോന്നിന്? ത്രികാല എന്ന് പറഞ്ഞാൽ എന്തുവാ? 3 കാലങ്ങളിലുമുള്ള ബോധവൽക്കരണം. അതാ യേശു പറഞ്ഞത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ആയുധയെക്കുറിച്ചും. അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന യോഗങ്ങൾ നിമിത്തമായിട്ട് തലയിൽ ആരും കൈവച്ചില്ലെങ്കിലും എന്ത് ബോധം ഉണ്ടാകണം? പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അതാണ് ഓരോ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ എടുത്തു കളയാൻ പറ്റുന്ന ദുഷിച്ച സ്വഭാവങ്ങൾക്കും ഒക്കെ മാറ്റം വരണം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആരായി മാറണം? കറയും കളങ്കവും വാട്ടവും മാലിന്യവുമില്ലാതെ തേജസ്സോടെ മുൻനിർത്തുവാൻ കഴിയുന്ന ഒരു നല്ല മണവാട്ടിയായി പുറത്തു വരണം. സ്തോത്രം. അതിനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞിട്ട് കുറേ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കണ്ടോ?
പരിശുദ്ധാത്മാവിനോട് വ്യാജം അതൊക്കെ ഞാൻ വരാം. അനന്യാസം സവ്യരൊക്കെ വരുമ്പോഴേക്കും വരാനിടയായാൽ സ്ഥലമെല്ലാം വിൽക്കാൻ തയ്യാറായിക്കോ. ഉണ്ടോ? ഒരെണ്ണം മിണ്ടുന്നില്ല. ഇപ്പം എത്ര നേരം എന്നാ ആത്മാവായിരുന്നു. സ്ഥലവും പറമ്പെല്ലാം കൂടെ വിൽക്കാൻ പറഞ്ഞപ്പം എനിക്കറിയാം സാറേ, എന്നാ ഇനി ജോയി പാറയ്ക്കൽ വരുന്നേ. അന്നങ്ങ് വരാതിരുന്ന പ്രശ്നം തീർന്നല്ലോ. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം പറയുമ്പം വരാതിരുന്നാൽ മതിയല്ലോ. സ്തോത്രം, സ്തോത്രം. ത്രികാല ബോധവൽക്കരണം, പാപബോധം. ഈ ദാവീദിൻ്റെയൊക്കെ സവിശേഷത എന്താണെന്നറിയാമോ? കുറേ കുറ്റവും തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പത്രോസിൻ്റെയൊക്കെ കുറ്റവും തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കവിണ്ണ് വീഴാനും കരയാനും നിലവിളിക്കാനും ഏറ്റുപറയാനും ചങ്കത്തടിക്കാനും ഒക്കെയുള്ള ആ മനസ്സുണ്ടല്ലോ, അതാണ് എൻ്റെ ഹൃദയപ്രകാരമുള്ള എൻ്റെ മകൻ എന്നൊക്കെ പറയാൻ കാരണം. അപ്പം നമുക്ക് ഓരോ കാലങ്ങളിലും ഓരോ ദിവസങ്ങളിലും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അതാത് ദിവസത്തെ കുറവുകൾ തീർത്ത് 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 പോകണം. യേശു വരാറായി. എടുക്കപ്പെടാനുള്ള യോഗ്യത ഇല്ലാത്തവരെ എടുത്തുകൊണ്ടാൻ പറ്റത്തില്ല. 4-ാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താ 4-ാമത്തെ കാര്യം? 1-ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? സാക്ഷിയാകാൻ. 2-ാമത്തെ കാര്യം സുവിശേഷം പറയാനാണ്. 3-ാമത്തെ കാര്യം ത്രികാല ബോധവൽക്കരണത്തിനാണ്. 4-ാമത്തെ കാര്യം ജയകരമായൊരു ജീവിതത്തിനാണ്. എന്താണ്? ജയകരമായ ജീവിതത്തിനാണ്. 5-ാമത്തെ കാര്യം നമ്മെ ഒരുക്കുവാനാണ്, സഭയെ ഒരുക്കുവാനാണ്. സമയം ആയി വരുന്നു, അതുകൊണ്ട് അതും കൂടെ അങ്ങ് കുറിച്ച് വെച്ചാൽ സമാധാനം. 5-ാമത്തെ പോയിന്റും കിട്ടിയില്ലോ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് പഠിച്ച മനോഹരമായൊരു പാട്ടുണ്ട്. പല പാട്ടുണ്ട്, രാത്രിയിലുള്ള ഇന്നും കേട്ടു. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. ഒരു പാട്ടൊക്കെ പഠിക്കുക ഞാനിങ്ങനെ ആളുകളുടെ പുറകെ നടക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഞാനൊരു പാട്ട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലേ? യൂട്യൂബിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തിറക്കി. പിരിയാത്ത സ്നേഹിതൻ എന്നാണ്. ആര് പിരിഞ്ഞാലും ആര് മറന്നാലും പിരിയാത്ത സ്നേഹിതൻ യേശു. അതാണ്. നല്ല പാട്ടാണെന്ന് ഞാൻ പറയും, കാരണം ഞാൻ എഴുതിയ പാട്ടാണല്ലോ. ഈ കൊച്ചൊക്കെ പാടുന്ന കണ്ടപ്പം നമിച്ചു പോയി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം മോളെ യൂട്യൂബിലൊക്കെ അടിച്ചിട്ട് നിങ്ങളൊക്കെ ജോയി പാറയ്ക്കൽ ആര് പിരിഞ്ഞാലും, അപ്പോൾ ആ പാട്ടൊക്കെ ഒന്ന് പഠിച്ചാൽ. നാളെ ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ ഒരു കൊച്ച് എൻ്റെ പാട്ടങ്ങ് പാടിയപ്പോൾ ഞാനങ്ങ് ഞെട്ടി. ആ കൊച്ചു പറയുക, അങ്കിളിനെ ഞെട്ടിക്കാനാണ് ഞാൻ കയറി പാടിയത്. ഇത്ര പെട്ടെന്ന് അതിങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ പാട്ടൊക്കെ പാടി കേൾക്കുമ്പം നമുക്കൊരു സന്തോഷം. അതുപോലൊരു പാട്ടുണ്ട്, ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ. എനിക്കെന്നാ ഇഷ്ടമാണെന്നറിയാം. ഒത്തിരി വേഗത്തിൽ പാടി അതിനെ അങ്ങ് നശിപ്പിക്കരുത്. ഒരു ചെറിയ സമാധാനമൊക്കെ പാടിക്കഴിഞ്ഞാൽ ആത്മാവിൽ നിറയാൻ. പാപം, നീതി, ന്യായവിധി. ഞാൻ ഇടയ്ക്കൊക്കെ സാറിന് പറയേണ്ട കാര്യം. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞയച്ച് ഞാനൊരിക്കൽ വിദേശത്തൊക്കെ പോയപ്പോഴും ഈ പാട്ടാണ് എനിക്ക് ഭയങ്കര. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് എൻ്റെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു 5 പാട്ടുകളിൽ ഒരു പാട്ട് ഈ പാട്ടാണ്. ഏതാ? ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിങ്ങനെ ഈ താളമൊന്നുമില്ലണ്ട്. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോൾ. എന്നാ ശാന്തമാട്ടിന് പാടും. ജീവനുതുക എന്നൊക്കെ പറയുന്ന. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ചില പാട്ടുകളുണ്ട്. കുറേ പാട്ടുകളൊക്കെ അങ്ങനെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കതിന് 2 വരിയൊക്കെ ഒന്ന് പാടി വേണം ഇന്ന് അവസാനിപ്പിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പാട്ടിനകത്തുണ്ടല്ലോ, കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കണം. ഉരുകാൻ മനസ്സുണ്ടോ നമുക്ക്? ഹല്ലേലൂയ ഗീതം പാടാൻ
ഒരുക്കണം. നമ്മൾ ഉരുകാതെയായി ഒരുക്കി പാടുന്നത്. ഉരുകിയേച്ചങ്ങ് പാടി നോക്കിക്കേ, അത്ഭുതങ്ങൾ നടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കെട്ടുകൾ ദൈവം പൊട്ടിക്കും. 4 ചുവരുകൾക്കകത്ത് നിന്ന് ദൈവം ചില അയക്കും. ഇന്ത്യയിലുള്ള 29 സ്റ്റേറ്റിൽ ഞാൻ പോകാൻ കാരണം എൻ്റെ കയ്യിലെ പണമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 സ്ഥലത്തേ പോകാനുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ഭദ്രാനഗർ, ഹാവേലി. ബാക്കി എല്ലായിടത്തും പോയി. ഈ മാസം 22-ന് ഞാൻ ആൻഡമാൻ നിക്കോബാറിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പോയതാ, അന്ന് ഞങ്ങളുടെ ടീം പോയില്ല. 2ാം വട്ടാണ് പോകുന്നത്. 2 സ്ഥലങ്ങളേ ഉള്ളൂ ഇനി ഞാൻ ഇന്ത്യയിൽ പോകാൻ. ഭദ്രാനഗർ, ഹാവേലിയും ലക്ഷദ്വീപും. അത് കഴിഞ്ഞിട്ടേ എൻ്റെ പേര് വിളിക്കാവൂ എന്ന് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് വിളിച്ചാലും പോകാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അവിടെയും കൂടെ പോകണം. അല്ലാണ്ട് പിന്നെ ഒരു സ്ഥലമുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക്, യെരുസലേമാ. അവിടെയാണ് യുദ്ധം തീർന്നിട്ട് നേരമില്ല. ഇപ്പോൾ സാറൊക്കെ പോയെന്ന് തോന്നുന്നു, പണ്ട് അവരൊക്കെ നേരത്തെ പോയി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ടിക്കറ്റൊക്കെ സാധനം കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ. ഈ ടീമിൽ നിന്നൊക്കെ ഒരു യെരുസലേമിൽ പോകാനുള്ള ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ തന്നെ ഈ പോകാത്ത ആ കാശ് കുറച്ചിങ്ങോട്ട് എടുക്കുന്നേ. ഫിക്സഡിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് എടുത്താലും പോകാമല്ലോ. എങ്ങോട്ടാ? പുതിയ യെരുസലേമിലേക്ക്. എല്ലാത്തിനും മറുപടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പഴയ യെരുസലേമൊന്ന് കാണണ്ടേ? ആട്ടെ, കണ്ടില്ലേലും വേണ്ടില്ല, എവിടെ പോയാൽ മതി, അവിടെയെങ്കിലും കണ്ടാൽ മതി. അപ്പൊ നമ്മെ ഒരുക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 4ാമത്തെ കാര്യം പറഞ്ഞു, ജയകരമായ ജീവിതത്തിനാണ്. തോറ്റുപോകും നമ്മളിവിടെ. ലോകവും ജഡവും പിശാചും നിന്റെ പുറകെ ഉണ്ടാകും മരണം വരെ. നീ പൊടിയാണെന്നും അവന്റെ ആഗ്രഹം നിന്നോടാണെന്നും ദൈവത്തിനറിയാം. അവന്റെ ആകാരം പൊടിയല്ലേ. എത്ര ശ്രമിച്ചാലും നമ്മുടെ പുറകെ അവൻ കാണും. അതുകൊണ്ട് ഈ പൊടിയായ നമ്മുടെ പുറകെ അവൻ മരണം വരെ കാണുമെന്നുള്ളത് കൊണ്ട് ഈ പൊടിയെ അവൻ കൂട്ടിക്കുഴച്ച് മനുഷ്യരൂപത്തിലാക്കിയിട്ട് കണ്ണും മൂക്കും ചെവിയും വായുമെല്ലാം വെച്ചിട്ട് വായിൽ കൂടെ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് തന്നിട്ട് പറഞ്ഞു, ഇനി ഇവനെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. കാരണം നിന്റെ തലയെ തകർക്കുന്നവൻ ഇവന്റെ അകത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ആത്മപ്രേരിതരായി ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദൈവത്തിന്റെ മക്കൾ, ഈ ലോകത്തെ ജയിക്കാൻ കഴിയുന്ന ഒരുവൻ എന്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടോ ഇന്ന് പകൽ? ഒന്ന് എഴുന്നേൽക്കാമല്ലോ പ്രിയപ്പെട്ടവരെ. 1-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തവും അതിൻ്റെ നിവൃത്തിയുമാണ് ഈ വരുന്നത്. ഒരൽപ്പസമയം ഞാൻ 5-10 മിനിറ്റ് മുൻപേ നിർത്തിയത്, മാളിക മുറിയിൽ തുടങ്ങിയത് അവസാനിച്ചിട്ടില്ലെന്നും ഈ വെള്ളിയാഴ്ചയിൽ ഇവിടെ നിൽക്കുന്നവരുടെ മേലും സ്വർഗത്തിൽ പോലും ഒതുങ്ങുകയില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇത്രയും വരുന്ന ഹൃദയത്തിനകത്ത് പകർത്താൻ ദൈവം കഴിവുള്ളവനാണെന്നും അസാമാന്യമായ ഒന്നാക്കി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് കിട്ടിയവനെ പടയാൻ ഒരു പാതാള ഗോപുരങ്ങൾക്കും സാധ്യമല്ലെന്നും വിശ്വസിക്കുന്നവരെ